ഒന്നാം വാർഷികാഘോഷത്തിൻ്റെ ഭാഗമായി സർക്കാരിൻ്റെ കഴിഞ്ഞ കാലം പരിശോധിക്കുന്ന വിവാദ മഹോത്സവത്തിലേക്ക്. ഒരു വർഷത്തിനുള്ളിൽ മന്ത്രിസഭയിൽ നിന്ന് മറ്റൊരു മന്ത്രിക്കും രാജിവെക്കേണ്ടി വന്നു AK ശശീന്ദ്രന്. പുതുതായി തുടങ്ങിയ ചാനൽ ഉദ്ഘാടനത്തിനായി ഒരുക്കിയ പെൺകെണിയിലാണ് മന്ത്രി കുരുങ്ങിയത്. മനസ്സില്ലാ മനസ്സോടെ NCPയുടെ കുട്ടനാട് MLA തോമസ് ചാണ്ടി പകരം ഗതാഗത മന്ത്രിയുമായി. അത് കൊണ്ടുവന്ന പടം കുമാരസംഭവം അല്ല. എന്താ സംഭവം? ആ പടം കിട്ടിയില്ല, പിന്നെ കൈ കിട്ടിയില്ലെന്ന് കൊണ്ടുവന്നു. ഏതാ പടം? ഹൗസ്ഫുൾ ഉറപ്പാ. ഇട്ടടുത്തല്ല നല്ല കളക്ഷൻ. കിണ്ണ സാധനം ഏതാണ് പറയടോ? രതിറാണി സെക്കൻഡ് ഷോക്ക് ഇടാൻ ബിറ്റും കൊണ്ടുവന്നിട്ടുണ്ട്. എന്റെ ദൈവമേ, ആകെ പ്രശ്നമാവുമല്ലോ. ഉദ്ഘാടന ദിവസമായിട്ട് കളിക്കുന്ന പടം ഇങ്ങനത്തെയാണെന്ന് അറിഞ്ഞാൽ നാണക്കെടാവും. ഞാൻ തുടങ്ങിയല്ലേ? ഹലോ. പെണ്ണ് പുഞ്ചിരിച്ച നേരം നെഞ്ചിൽ ലഡ്ഡു പൊട്ടി. ഞാൻ റോസ്മേരിയാണ്. റോസ്മേരി? ഏത് റോസ്മേരി? നിങ്ങൾക്ക് ഏത് നമ്പറാ വേണ്ടത്? 72496. സോറി, റോങ് നമ്പർ. നല്ല ബോംബ് പൊട്ടണ പോലെയുള്ളിൽ ലഡ്ഡു പൊട്ടി. തുടക്കത്തിൽ കുഴപ്പമൊന്നുമില്ല. ആദ്യത്തെ റീലിൽ പ്രശ്നമൊന്നുമില്ല. പിന്നെ രണ്ടാമത്തെ റീലിൽ ബലാത്സംഗം, ഒരു ക്യാബറേ, കുളി. എന്താ നിർത്തണ പട്ടി? ഇങ്ങോട്ട് വരാൻ എനിക്ക് അങ്ങോട്ട് വരാൻ പറ്റില്ല. നിനക്ക് രണ്ട് തരാനാ, വേറെ ഒന്നുമല്ല. ഈ ചാനൽ ഉദ്ഘാടനം ചെയ്തത് ഞാനായിരുന്നു. ഞാനിപ്പോൾ വഹിക്കുന്ന ഗതാഗത വകുപ്പ് മന്ത്രിസ്ഥാനത്ത് നിന്നും രാജിവെച്ചൊഴിയുക എന്നുള്ളതാണ്. കൊതുകേടിയുള്ളൊരു കൂട്ടായി. ഓക്കേ അല്ല, നമ്മുടെ കാര്യം തന്റെ കാര്യം ഞാനെടുത്ത് ചർച്ചയ്ക്ക് വെച്ചതും തുടങ്ങിയെല്ലാം കുറെ. തന്റെ പാർട്ടിക്ക് നേതാക്കന്മാര് മാത്രമുള്ളൂന്ന് എനിക്കറിയാം. തന്നോടുള്ള ബന്ധം കൊണ്ട് മാത്രം ഇതൊക്കെ. താനിവിടെ വൈകിട്ടുണ്ടാവൂലോ, കാണാം. അല്ല, ഡൽഹി വരെ ഒന്ന് പോണം. ഓ, ശർമാജിയോട് എൻ്റെ അന്വേഷണം പറഞ്ഞേക്ക്. സീറ്റിന്റെ കാര്യം ഒരാഴ്ചക്കുള്ളിൽ തീരുമാനമാകും. ഞാൻ വിളിക്കാം. ലാൽ സലാം സഖാവേ. സത്യം, ഒരു കൊല്ലോ 1.5 കൊല്ലോ 2 കൊല്ലോ കഴിഞ്ഞായിരുന്നെങ്കിൽ എനിക്ക് ഏറ്റെടുക്കായിരുന്നു. പുതിയ അഡ്മിഷൻ ഇല്ലാതെ ആളുകൾ കഷ്ടപ്പെടുന്നു, പുതിയ സ്കൂളുകളൊക്കെ പണിയുന്നു. ഞാനിങ്ങനെ വന്നും പോയി നിന്നുകൊണ്ടിരുന്നു. ഒരു MLA കൂടെ ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ ഇന്ന് വരത്തില്ല. അയ്യോ, അങ്ങനെ പറയരുത് പ്ലീസ്. തോമസ് ചാണ്ടിയായ ഞാൻ നിയമം വഴി സ്ഥാപിതമായ ഭാരതത്തിന്റെ ഭരണഘടനയോട് നിർവ്യാജമായ വിശ്വസ്തയും കൂറും പുലർത്തുമെന്നും. ഭീഷണിയെ തുടർന്ന് കോൺഗ്രസ് സർക്കാർ ഒരുക്കിയ കനത്ത സുരക്ഷയിൽ പിണറായി മംഗലാപുരത്ത് പ്രസംഗിച്ചതും പിണറായിയുടെ തലയ്ക്ക് RSS നേതാവ് വിലയിട്ടതും മുഖ്യമന്ത്രിക്ക് ദേശീയതലത്തിൽ ഫ്രീ പബ്ലിസിറ്റി ലഭിക്കാനിടയാക്കി. മംഗലാപുരത്തല്ല, ഇന്ത്യയിൽ ഒരു സ്ഥലത്തും പിണറായി വിജയൻ കാലുകുത്താൻ അനുവദിക്കില്ല. നിങ്ങളൊരു കാര്യം ചെയ്യും, എല്ലാവരും റൗണ്ടായിട്ട് എനിക്ക് ചുറ്റും നിന്ന് എനിക്ക് സെക്യൂരിറ്റി തരൂ. ബോംബും തോക്കൊക്കെ ഏത് പോലീസുകാരുടെ കയ്യിലും കാണും. ശരിയാ, ജീവൻ കളഞ്ഞു നിങ്ങൾ നിങ്ങളെ മണ്ഡലം പ്രസിഡന്റിനെ രക്ഷിക്കണം. മുത്തേ മുത്തേ കന്നഡ മുത്തേ, കന്നഡ വെച്ചൊരു കന്നഡ മുത്തേ, കാക്കാം കീക്കാം മല്ലയ്യ. നിങ്ങളുടെ കയ്യിലുള്ള ഊരിപ്പിടിച്ച കത്തിയും ഉയർത്തിപ്പിടിച്ച വടിവാളുകളുടെയും നടുക്കുകൂടെ തന്നെ ഞാൻ നടന്നു പോയിട്ടുണ്ട്. വടിവാളായിട്ട് എനിക്ക് ചുറ്റും 8 പേരാ. അത് നിസാർക്കാരല്ല, വടക്കമ്മല എന്നുള്ള ടീം. ചട്ടമ്പിയായി ജനിച്ചു പോയില്ലേ, ഓടാൻ പറ്റുമോ? പലപ്പോഴായിട്ട് ഓടിയിട്ടുള്ളല്ലേ, പിന്നെന്താ? ചുറ്റും വടിവാളായിട്ട് നിൽക്കുമ്പോ ഓടാൻ ഗ്യാപ്പ് വേണ്ടേ? മുഖ്യമന്ത്രി അല്ലാത്ത പിണറായി വിജയനാണെങ്കിൽ ഇന്ദ്രനെ ചന്ദ്രനെ എന്നെ തടയാനാകില്ല എന്നത് നിങ്ങൾ മനസ്സിലായിക്കോട്ടെ. സ്വാശ്രയ എഞ്ചിനീയറിംഗ് വിദ്യാർത്ഥി ജിഷ്ണുവിൻ്റെ ആത്മഹത്യയും കേസിൽ പോലീസ് വീഴ്ച ആരോപിച്ച് ജിഷ്ണുവിൻ്റെ കുടുംബം നടത്തിയ സമരവുമാണ് സർക്കാരിനെ പ്രതിക്കൂട്ടിലാക്കിയത്. മുഖ്യമന്ത്രി ഇവരെ സന്ദർശിക്കാത്തതും ജിഷ്ണുവിൻ്റെ അമ്മ മഹിജയെ പോലീസ് ആസ്ഥാനത്ത് വലിച്ചിഴച്ചതും സർക്കാരിൻ്റെ പ്രതിച്ഛായയെ ബാധിച്ചു.
എല്ലാവർക്കും തിമിരം, നമ്മൾക്കെല്ലാവർക്കും തിമിരം. മങ്ങിയ കാഴ്ചകൾ കണ്ടുമടുത്തു, കണ്ണടകൾ വേണം, കണ്ണടകൾ വേണം. സ്മരണകുടീരങ്ങൾ പെരുകുമ്പോൾ, പുത്രൻ ബലി വഴിയേ പോകുമ്പോൾ, മാതൃവിലാപത്താരാട്ടിൽ മിഴിപൂട്ടി മയങ്ങും ബാല്യം കണ്ണിൽ പെരുമഴയായി പെയ്തൊഴിവതു കാണാം. തെറ്റുപറ്റിയെന്ന് തിരിച്ചറിഞ്ഞാൽ അത് അവനവനായാലും ശരി, പുത്രനായാലും ശരി, സത്യങ്ങൾ ഏറ്റു പറയണം സർ. ജനങ്ങളോട്, സഖാക്കളോട്, പ്രസ്ഥാനത്തോട്. അതാണ് സാർ ലെഫ്റ്റിസ്റ്റ്, അതാണ് സാർ ലെനിനിസ്റ്റ്, അതാവണം സാർ കമ്മ്യൂണിസ്റ്റ്. വിവാദ മഹോത്സവം തുടരും ഒരു ഇടവേളയ്ക്ക് ശേഷം. എന്റെ ഈശോയെ, നീ ഒരു കുരിശല്ലേ ചുമന്നുള്ളൂ. മൂന്നാർ കയ്യേറ്റം ഒഴിപ്പിക്കലും കുരിശ് പൊളിക്കലും സർക്കാരിൻ്റെ കൂട്ടുത്തരവാദിത്വത്തെ തന്നെ ബാധിച്ചു. വാ പോയ കോടാലി പോലെ റവന്യൂ ഉദ്യോഗസ്ഥർക്കും മാധ്യമങ്ങൾക്കും പെമ്പിള ഒരുമ സമരത്തിനും എതിരെ എം മണിയുടെ തെറി അഭിഷേകം മന്ത്രിക്കെതിരെയുള്ള പാർട്ടി നടപടിയിൽ കലാശിച്ചു. നീ തന്നെയാണവേ? പിന്നെ അല്ല സഹോ, നീ പൊരിക്കട നീ അടിറസാത്തി ആസപ്പെട്ടൊരു യോഗമെത്തിയടേ. കൊണ്ടാകമണിന്നട എന്റെ ഈശോയെ, നീ ഒരു കുരിശല്ലേ ചുമന്നുള്ളൂ. ഈ വണ്ടി നിറയെ കുരിശുകളാ എനിക്ക് ചുമക്കാൻ. ഒരു കുരിശ് തകർക്കുകയും അങ്ങനെ കയ്യേറ്റം ഒഴിപ്പിക്കാൻ നിലയെടുക്കുകയും ചെയ്തു. ഇതിൽ സർക്കാരിന്റെ അതൃപ്തി ജില്ലാ ഭരണ നേതൃത്വത്തെ കാലത്ത് തന്നെ അറിയിച്ചിട്ടുണ്ട്. അതെല്ലാം പൊളിക്കാൻ ഒരു സബ് കളക്ടർ എന്ന് പറയുന്ന ഒരു കോമ്പൻ ഇറങ്ങി തിരിച്ചാൽ അവന് തലയ്ക്ക് സുഖമില്ല, ഊളംപാറയ്ക്ക് അയക്കണമെന്നാണ് എന്റെ അഭിപ്രായം. ഊളംപാറയ്ക്ക് നീ പിടി, ഞാൻ പിടിക്കാം. തികച്ച മര്യാദ ഉള്ള ഒരു തീരുമാനം. ഓ, അത് സംബന്ധിച്ചാൽ ഇനി വല്ലതും നടക്കുമോ? ഇവന്മാർ ഈ ചാനലുകാരല്ലേ ഇതെല്ലാം നടത്താൻ പോകുന്നത്. അവിടെ ഇവന്റെ കൂടെയോ സബ് കളക്ടറുടെ കൂടെയാ വൈകുന്നേരം. പണ്ട് സുരേഷ് കുമാർ വന്നിട്ട് കള്ളുകൂടി കേസ് കണക്കിനായിരുന്നു ബ്രാൻഡി. പെമ്പിളെ ഒരുമ നടന്നു. അന്നും കുടിയും സകല വൃത്തികളും നടന്നിട്ടുണ്ട് അവിടെ. മനസ്സിലായില്ലേ? ആ വനത്തിൽ അടുത്തുള്ള കാട്ടിലായിരുന്നു പണി എന്ന്. സഖാവേ, എടോ തിരുമണ്ട, അന്നെയൊക്കെ സെക്രട്ടറി ആക്കി വെച്ചിരിക്കുന്നത് കണ്ട ചാനലുകാരുടെ മുന്നിൽ വിഡിത്തം വിളമ്പി ആളാവാനല്ലടോ. തന്റെ വിവരമില്ലായ്മയ്ക്ക് ഞാനും കൂടി സമാധാനം പറയണോടോ. സഖാവേ, ഞാൻ സർക്കാരിന് കണക്കിന് കിട്ടിയത് സെൻകുമാർ കേസിലാണ്. സുപ്രീം കോടതി ഉത്തരവിനെ തുടർന്ന് സെൻകുമാറിന് DGPയുടെ കസേര തിരികെ നൽകി. ഞാൻ പുറത്തു നിന്നോളാം. ഈ കഴിഞ്ഞ കുറേ മാസങ്ങളായിട്ട് എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചു എന്ന് എന്നെ അറിയിച്ചുകൊണ്ടിരുന്ന നൂറുകണക്കിന് ആൾക്കാരുണ്ട്. അപ്പോൾ അവരോട് ഞാൻ ആദ്യമായിട്ട് നന്ദി പറയുകയാണ്. നിയമപരമായി ചെയ്യാൻ പറ്റുന്ന നടപടികൾ എന്താണോ അതിൻ്റെ അടിസ്ഥാനത്തിൽ ആ നടപടികൾ സ്വീകരിക്കും. ഇടം നിനക്കറിയാം, സിനിമയാണ്. പക്ഷെ എനിക്ക് തന്റെ ജീവിതമായിരുന്നു ചേട്ടായി. വിവാദ മഹോത്സവവും ഇന്നത്തെ വക്രദൃഷ്ടിയും സമാപിക്കുന്നു. വീണ്ടും തിങ്കളാഴ്ച രാത്രി 9:30 കാണാം. നന്ദി, നമസ്കാരം.